വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഫലസ്തീൻ വെനസ്വേല അധിനിവേശ വിരുദ്ധ സംഗമത്തിൻ്റെ ഈ പൊതുപരിപാടിയുടെ സമാപനത്തിൽ നമ്മളെത്തുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞ ഒട്ടനവധി കാര്യങ്ങളുടെ ഒരു ടേക്ക് അവേ എന്നുള്ള നിലയിൽ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യാം എന്ന് മാത്രമാണ് ഞാൻ കരുതുന്നത്. തൻ്റെ ഒരു പുസ്തകത്തിൽ നോം ചോംസ്കി അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്നൊക്കെ വിളിക്കപ്പെടുന്ന ആളുകളെക്കുറിച്ച് പരിശോധന വളരെ ആവശ്യമാണെങ്കിലും അലക്സാണ്ടറിനെ നമ്മൾ ദ ഗ്രേറ്റ് എന്നാണ് വിളിച്ചു പോരാറുള്ളത്. അപ്പോൾ അലക്സാണ്ടറിൻ്റെ ഈ ലോക പര്യവേക്ഷണ വേളയിൽ അദ്ദേഹത്തിൻ്റെ എക്സ്പെഡിഷൻ കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തുന്ന ഒരു കടൽ യാത്രയിൽ വൺ ഓഫ് ദ പൈറേറ്റ്സ്, അതായത് മാരിടൈം ക്രിമിനൽസ് എന്ന് നമ്മൾ പറയുന്ന കടൽ കൊള്ളക്കാരിൽ ഒരാളെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുകയാണ്. മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന ഈ കടൽ കൊള്ളക്കാരനോട് അലക്സാണ്ടർ ചോദിക്കുന്ന ചോദ്യം, ഹൗ ഡെയർ യു മോളസ് ദ ഹോൾ സീ? ഈ സമുദ്രം, ഈ പ്രദേശം കൊള്ളയടിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നാണ്. മറുപടിയായി ഈ പൈറേറ്റ് നൽകുന്ന മറുപടി ചോംസ്കി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ കുറിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, ഹൗ ഡെയർ യു മോളസ് ദ ഹോൾ വേൾഡ്? ഈ ലോകം മുഴുവൻ കൊള്ളയടിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എന്ന് അലക്സാണ്ടറോട് തിരിച്ചു ചോദിച്ചത് ഈ കടൽ കൊള്ളക്കാരനായിരുന്നു എന്നാണ്. ഞാൻ എൻ്റെ ഈ തുക്കിട സെറ്റപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറിയ 2-3 ബോട്ടുകളൊക്കെ ആയിട്ട് ഇങ്ങനെ നടത്തുമ്പോൾ ഞാൻ കടൽ കൊള്ളക്കാരനായി മാറുകയും നിങ്ങളിങ്ങനെ ലോകത്തിൻ്റെ പൊതു സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ദ ഗ്രേറ്റ് എന്ന അപരാഭിനാമത്തിൽ വിലസുമ്പോൾ നിങ്ങൾ ലോകത്തിലെ മഹാചക്രവർത്തിയായി മാറുകയും ചെയ്യുന്നതിൻ്റെ ഗുട്ടൻസ് എന്താണ് എന്നാണ് ഹൗ ഡെയർ യു മോളസ് ദ ഹോൾ വേൾഡ്? എങ്ങനെയാണ് ഈ ലോകം മുഴുവൻ കൊള്ളയടിക്കാൻ നിനക്ക് ധൈര്യമുണ്ടായതെന്ന് ഈ പൈറേറ്റ് തിരിച്ചു ചോദിക്കുന്ന ഈ ചോദ്യം വളരെ പ്രസക്തമാകുന്നത്. അമേരിക്കയെക്കുറിച്ചുള്ള ഒരുപാട് സൂചനകൾ, പ്രത്യേകിച്ചും അത് ഫലസ്തീൻ വിഷയത്തിലായാലും വെനിസ്വേലൻ വിഷയത്തിലായാലും നേരിട്ട് നമ്മുടെ ഈ പ്രതിപാദനങ്ങളിൽ കടന്നു വന്നിട്ടുണ്ട്. പക്ഷെ പണ്ട് വിജയൻ മാഷ് പറഞ്ഞതുപോലെ, എം വിജയൻ മാഷിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു പണ്ടത്തെ ഒരു പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അമേരിക്ക എന്നുള്ളത് പലരെ സംബന്ധിച്ചിടത്തോളവും പോകാനിരിക്കുന്ന ദൂരത്തുള്ള ഏതോ ഒരു രാജ്യത്തിൻ്റെ പേരല്ല, മറിച്ച് പലരെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്ന ഒരു കാലത്തിൻ്റെ പേരാണ് അമേരിക്ക എന്നാണ്. നമ്മളിലൊക്കെയും പലരും താലോലിക്കുന്ന ഏറ്റവും വലിയൊരു സ്വപ്നം, ഭൂമിയിൽ തന്നെ ഒരു സ്വർഗമുണ്ടെങ്കിൽ അമേരിക്കയിൽ പോയി ഒരു മാൻഷനോ ഒരു ബംഗ്ലാവോ ഒക്കെ വെച്ച് താമസിക്കണമെന്നാണ്. അതായത് ഭൂമിയിൽ കൈപ്പിടിയിൽ ഒതുക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം നേടിയ ഒരു രാജ്യത്ത് തനിക്കും ഒരു വീട് സ്വന്തമാക്കാനായാൽ, തനിക്കൊരു കരിയർ സ്വന്തമാക്കാനായാൽ, അതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ വിജയമെന്ന് മനുഷ്യനെ പറഞ്ഞ് പഠിപ്പിച്ച ഒരു വ്യവസ്ഥിതിയിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അത് അമേരിക്കയിൽ പോയവരൊക്കെ മോശക്കാരായതുകൊണ്ടല്ല ഞാൻ ഈ പറയുന്നത്, മറിച്ച് വിജയൻ മാഷ് സൂചിപ്പിച്ചതുപോലെ പലരെ സംബന്ധിച്ചും വരാനിരിക്കുന്ന തൻ്റെ ഭാവിയുടെ പേരാണ് അമേരിക്ക. അതുകൊണ്ട് ഈ ലോകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളും അവരെ സംബന്ധിച്ചിടത്തോളം വായിച്ചു പോകുന്ന ചില വെണ്ടക്കകൾ മാത്രമാണ്, എന്നും വായിക്കുന്ന ചില ബിഗ് ഹെഡ്ലൈൻസുകൾ മാത്രമാണ്. അതിന് പിന്നിലുള്ള ഭൗമരാഷ്ട്രീയത്തെക്കുറിച്ചോ പൊളിറ്റിക്സിനെ കുറിച്ചോ തനിക്ക് ചിന്തിക്കേണ്ടതുണ്ട് എന്ന് ആത്മാർത്ഥമായി കരുതുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ട് എന്നുപോലും വിചാരിക്കാനാകാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് വിജയമാഷ സമയത്ത് പറയുന്നുണ്ട്. ഇത് നമ്മൾ ചർച്ച ചെയ്യാറുള്ള പല കാര്യങ്ങളിലും ആർ യൂസഫ് സാഹിബ് അതിനെക്കുറിച്ച് വളരെ ഭംഗിയായി അതിൻ്റെ ഒരു സൈദ്ധാന്തിക വശം നമുക്ക് മുമ്പിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ ലോകത്ത് ആലോചിക്കപ്പെടുന്ന ആൾട്ടർനേറ്റീവ് സിസ്റ്റങ്ങളെക്കുറിച്ചുള്ള ആലോചനയിൽ പോലും ഈ അലീനിയേഷനുകൾ, നമ്മൾ ഈ അധിനിവേശം എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരുന്നു എന്നുള്ളതിനേക്കാൾ ആ അധിനിവേശത്തിന് മറ്റൊരു എക്സ്ക്ലൂഷൻ കൂടിയുണ്ട്. ഇവിടെ ജീവിക്കാനുള്ള, ഇവിടെ നിന്നു പോകാനുള്ള, അതല്ലെങ്കിൽ പിറന്ന ഭൂമിയിൽ തന്നെ തുടരാനുള്ള മനുഷ്യൻ്റെ അവകാശങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു സിസ്റ്റമായി ഈ അധിനിവേശം, അത് വെനിസ്വേലയിലോ ഫലസ്തീനിലോ മാത്രമല്ല, അതിൻ്റെ ഭീകരമായ രൂപം ഇന്ന് നമ്മൾ കാണുന്നത് ഗസയിലാണെങ്കിലും അത് നമ്മളിൽ തന്നെ അത് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ ഈ കാണുന്ന നിയോ എത്തീസ്റ്റ് വാദങ്ങൾ,
നിരീശ്വര നവനാസ്തികവാദങ്ങൾ, അതിൻ്റെ തലതൊട്ടപ്പന്മാരായി മനസ്സിലാക്കപ്പെടുന്ന റിച്ചാർഡ് ഡോക്കിൻസിനെ പോലെയും സാം ഹാരിസിനെ പോലെയുള്ള ആളുകൾ, സാം ഹാരിസ് മുന്നോട്ട് വെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആലോചന ബദൽ ഇന്ധനത്തെക്കുറിച്ചുള്ള ആലോചനയാണ്. കേൾക്കുമ്പോൾ രസമുള്ള ആലോചനയാണ്. എന്താണ് ബദൽ ഇന്ധനം? അതായത് നമ്മൾ പറയാറുണ്ടല്ലോ, ഇപ്പോൾ സോളാർ വെച്ചുകൊണ്ട് സൗരോർജത്തെ പ്രതി ജീവിക്കാൻ മനുഷ്യ സമൂഹം ശീലിക്കണം. പെട്രോളും ഡീസലും അതല്ലെങ്കിൽ പെട്രോൾ രഹിത ഡീസൽ രഹിത ഇന്ധനത്തെക്കുറിച്ച് ആലോചിക്കുന്ന ആലോചനയാണ് സാം ഹാരിസിൻ്റേത് എന്ന് നമ്മൾ ചിലപ്പോൾ വളരെ അതിശയകരമായി ആലോചിച്ചു പോകും. പക്ഷേ അദ്ദേഹം പറയുന്നത്, ഈ മുസ്ലിം രാജ്യങ്ങളെ എങ്ങനെയെങ്കിലും നമ്മൾ അവലംബിക്കുന്നത് നമുക്ക് നിർത്തണമെങ്കിൽ നമുക്ക് ഏതോ ഒരു ബദൽ ഇന്ധനം കണ്ടുപിടിച്ചേ പറ്റൂ എന്നാണ്. അപ്പം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് അദ്ദേഹം അതിന് പേര് കൊടുക്കുന്നത് ഒരു സെക്കൻഡ് മാൻഹാട്ടൻ പ്രൊജക്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട് എന്നാണ്. എന്താണ് മാൻഹാട്ടൻ പ്രൊജക്റ്റ്? സെക്കൻഡ് വേൾഡ് വാറിന് അന്ത്യം കുറിക്കാനായി കാനഡയും UK-യും US-ഉം ചേർന്ന് തയ്യാറാക്കുന്ന ലിറ്റിൽ ബോയ് ആയി ഹിരോഷിമയിൽ ചെന്ന് വീണ ബോംബിന് തുടക്കം കുറിക്കുന്ന അതിൻ്റെ പര്യവേക്ഷണ പ്രൊജക്റ്റിൻ്റെ പേരാണ് മാൻഹാട്ടൻ. അതായത് ലോകത്തെ മുഴുവൻ അണുബോംബിൽ മുക്കിക്കുളിപ്പിച്ച ഒരു അന്വേഷണത്തിൻ്റെ പേരാണ് മാൻഹാട്ടൻ. ഒരു സെക്കൻഡ് മാൻഹാട്ടൻ നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്, അതല്ലെങ്കിൽ ആ ഒരു പ്രൊജക്റ്റിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ, നമുക്ക് മുസ്ലിം ഭൂപ്രദേശങ്ങളെ കണ്ടെയ്ൻമെൻറ്റ് സോണുകളാക്കേണ്ടതുണ്ട് എന്നാണ്. അവരെ നമുക്ക് എത്രയോ 40 അടി വാരത്ത് അകലെ നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ആശ്രയിക്കാത്ത, അവരുടെ ബാസ്ഫറസ് സ്ട്രൈറ്റും അവരുടെ ഗാർണലസ് സ്ട്രൈറ്റും അതുപോലെ തന്നെ അവരുടെ ബാബുൽ മൻദോബും ജിബ്രാൾട്ടർ കടലിടുക്കും, മലാക്ക കടലിടുക്കും, ഇത് നമുക്കാകെ കൂടിയുള്ളത് ഒരു പനാമ കടലിടുക്കാണല്ലോ. മറിച്ച് ഈ ലോകത്തെ ഈ 7 ചോക്ക് പോയിന്റ്സും എന്നോ അതല്ലെങ്കിൽ സ്ട്രൈറ്റുകൾ എന്ന് പറയുന്ന ഇതൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരു കാലത്തെക്കുറിച്ചാണ് സ്വപ്നം കാണേണ്ടതെന്ന് നവനാസ്തികനായ സാം ഹാരിസ് പറയുമ്പോൾ അതുൾക്കൊള്ളുന്ന വംശീയ വിദ്വേഷത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന ഒന്നും ഭൂമിശാസ്ത്രത്തിൽ നിന്ന്, ഹിസ്റ്ററി എന്ന് പറയുന്നത് ഭൂമിശാസ്ത്രമാണ്. അതുപോലെ തന്നെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുരിശുദ്ധങ്ങളുടേത് വേറൊരർത്ഥത്തിൽ ഭൂമിശാസ്ത്രമാണ്. തുടരുന്ന ഈ ഭൂമിശാസ്ത്രത്തിന് പിന്നിൽ കൃത്യമായി പറഞ്ഞാൽ ഏഷ്യയുടെയും യൂറോപ്പിൻ്റെയും ആഫ്രിക്കയുടെയും മുൻപാതിരികളായി പ്രവർത്തിച്ച നാഗരികതകളുടെ പിറവി എന്ന് നമ്മൾ പറയുന്ന ഇസ്ലാമിക ലോകത്തിൻ്റെ കേന്ദ്രത്തോടുള്ള ചെറുതല്ലാത്ത വൈരം, ചെറുതല്ലാത്ത ദ്വേഷം, അതിനെക്കുറിച്ചുള്ള കോപം, അതിനെ മുൻനിർത്തിയുള്ള വീര്യം പറച്ചിലുകൾ, ഇത് മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ലോകഘടന, പ്രത്യേകിച്ചും അത് ഫലസ്തീനെ മുൻനിർത്തിയാകുമ്പോൾ അത് ഏറ്റവും വലിയ മുസ്ലിം ലോകത്തിൻ്റെ ഏറ്റവും മാറിടത്തിലേക്ക് വെക്കാവുന്ന ഏറ്റവും വലിയ ഒരു നിറയൊഴിക്കലായി അതിനെ പാശ്ചാത്യ ലോകം മനസ്സിലാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ അതിനെക്കുറിച്ച് കാണുന്നത്. അതുകൊണ്ട് ഏറ്റവും സുപ്രധാനമായി നമ്മൾ ഇത്തരം വേദികളിൽ നിന്ന് നമ്മൾ ഡെമോക്രസിയെക്കുറിച്ച്, യഥാർത്ഥത്തിൽ സയ്യിദ് മൗദൂദി അടക്കം ഡെമോക്രസിയെ എവിടെയാണ് പരിശോധനയ്ക്ക് വെക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം? നമുക്കതിന് ഒന്നാമത്തെ ഉത്തരം അമേരിക്ക എന്നാണ്. ജനാധിപത്യം പിറവി കൊടുത്ത ഈ 21-ാം നൂറ്റാണ്ടിലെ 2026 വീരപുത്രൻ്റെ പേരാണല്ലോ യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ ഉള്ളടക്കത്തെ, അതല്ലെങ്കിൽ ഇതിൻ്റെ ഇന്ധനത്തെ, ഇതിൻ്റെ ആൾവിഭവത്തെ, ഇതിൻ്റെ മൂല്യങ്ങളെ നിങ്ങൾക്ക് പരിഗണിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് പ്രസവിച്ചു തരുന്ന നിങ്ങളുടെ ഭാഗധേയം എന്ന് പറയുന്നത് വലിയ ചെറുതല്ലാത്ത നാശനഷ്ടങ്ങൾക്കും ഈ ലോകത്തിൻ്റെ തന്നെ നിലനിൽപ്പിന് ചെറുതല്ലാത്ത പരിക്കേൽപ്പിക്കുന്ന ഒന്നായിരിക്കുമെന്ന് പറയുക കൂടിയാണ് യഥാർത്ഥത്തിൽ അന്നൊരു കാലത്ത് ജനാധിപത്യത്തെ ഇഴകീറി പരിശോധിച്ച മുസ്ലിം സൈദ്ധാന്തികർ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം ഇസ്ലാമിക ലോകത്ത് പ്രത്യേകിച്ചും രാജ്യമെന്ന് പറയുന്ന, നേരത്തെ പറഞ്ഞ അമേരിക്ക മാത്രമല്ല, നമ്മളിൽ തന്നെയും ഇപ്പോൾ രാജ്യം എന്നുള്ള നിലയിൽ ചേരിചേരാ നയം ഒരു സുപ്രധാന തീരുമാനമായും പോളിസിയായും എടുത്തിരുന്ന നമ്മളുടെ രാജ്യത്തിന് രാജ്യമെന്ന് പറയുന്ന വലിയൊരു ഒരു ബാരക്കിലേക്ക്, അതല്ലെങ്കിൽ തങ്ങളുടെ ഒരു പ്രതിരോധത്തിലേക്ക് മാറേണ്ടി വന്നപ്പോൾ അവർ ഉപേക്ഷിച്ചത് മൂല്യങ്ങളെ കൂടിയാണ് എന്ന് ഏറ്റവും ചുരുങ്ങിയത് ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ സിംഹാസനത്തിലിരിക്കുന്നവരെ കുറിച്ചെങ്കിലും നമുക്ക് പറയേണ്ടി വരും. അതിനെക്കുറിച്ചാണ് ഇക്ബാൽ പറഞ്ഞത്, മനുഷ്യർ ഏറ്റവും അവസാനം ഉണ്ടാക്കിയ ദൈവത്തിൻ്റെ പേര്
എല്ലാ ദൈവരഹിതരായ ആളുകളും, എല്ലാ മതരഹിതരായ ആളുകളും, എല്ലാ മതത്തിനെതിരെ പ്രസംഗിക്കുന്ന ആളുകൾക്കും ഇന്നുള്ള ദൈവത്തിൻ്റെ പേരാണ് രാജ്യമെന്ന് പറയുന്നത്. തഹദീബോങ്കെ ആസറോനെ തറസ്വായെ സനം ഓർ തൻ്റെ കവിതയിൽ ഇക്ബാൽ പറയുന്നുണ്ട്. സംസ്കാരത്തിൻ്റെ ആസറുമാർ അവസാനമായി കൊത്തിയ വിഗ്രഹത്തിൻ്റെ പേരാണ് ഉൻ താസ ഖുദാ ഓ മേ ബഡാ സബ്സെ വതൻ ഹെ ജോ പെഹ്റൻ ഉസ്കാ ഹെ വോ മദ്ഹബ് കാ കഫൻ ഹെ. അവസാനമായി മനുഷ്യൻ ആദരപൂർവം, ഭക്ത്യാദരപൂർവം, ബഹുമാനപൂർവം നിർമ്മിച്ച തൻ്റെ ദൈവത്തിൻ്റെ പേരാണ് രാജ്യമെന്ന് പറയുന്നത്. ആ രാജ്യത്തിന് സല്യൂട്ടടിച്ചും ആ രാജ്യം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വീമ്പ് പറഞ്ഞും അതിൻ്റെ നന്മതിന്മകളെ പരിശോധിക്കാതെ അതിൻ്റെ പിന്നിൽ അണിനിരന്നും നിൽക്കുന്ന ഉഗ്രമായ ദേശീയത, അങ്ങേയറ്റത്തെ ദേശീയത, അങ്ങേയറ്റത്തെ വിദ്വേഷം, അതിൻ്റെ കൊഴുപ്പും അതിൻ്റെ വീമ്പും അതിൻ്റെ തിടമ്പുമൊക്കെ ഏറ്റാൻ കൂടുതൽ പര്യാപ്തമാകുന്നൊരു ദേശീയതയെ പ്രസവിച്ച ഒരു നാഷൻ സ്റ്റേറ്റിൻ്റെ കാലത്തു കൂടിയാണ് എന്തുള്ളത്. തീർച്ചയായും ഫലസ്തീനെ മുൻനിർത്തിയും വെനിസ്വലയെ മുൻനിർത്തിയുമൊക്കെ നമ്മൾ കൂടുന്ന ഇത്തരം ഈ സദസ്സുകൾ അത്തരത്തിലുള്ള ഒരു ആലോചന കൂടി പുഷ്ടിപ്പെടുത്താൻ നമുക്ക് സഹായകമാകും. ആ നിലക്കുള്ള ആലോചനകൾ കൂടി തുടരാൻ നമുക്ക് ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.